TV നന്നാക്കാൻ ആളെ വരാൻ പറഞ്ഞു. എന്തായിരുന്നു കംപ്ലൈന്റ്? സീരിയൽ കാണാൻ വേണ്ടി TV ഇടുമ്പോ TV ഓൺ ആവൂല. എന്നാ പിന്നെ സീരിയലിന് പകരം വല്ല സിനിമ ഇട്ട് നോക്കാത്തത്? അതല്ലേ പറഞ്ഞു TV ഓൺ ആവണില്ലെന്ന്. അപ്പൊ ഓൺ ആവാത്തതാണ് പ്രശ്നം. അതിപ്പോ ശരിയാക്കി തരാം. TV നന്നാക്കാൻ വന്നതാണ്. ആളത്ര ശരിയില്ല, ഒന്ന് കണ്ണു വെച്ചേരെ. നല്ല ജോലി, നല്ല ശമ്പളം, സുഖ ജീവിതം, പിന്നെ അവന്റെ ബോഡി നോക്ക് നല്ല തുറതുറായിരിക്കാൻ ജിം ബാഡി. അയ്യോ, അങ്ങനെ കൺവെക്കാനല്ല, ആ ചെറുക്ക വല്ല അടിച്ചോണ്ട് പോണം നോക്ക്. ആ കാര്യം ഞാൻ ഏറ്റ്. തൂത്തോണ്ട് നോക്കടാ. ഈ ചെറുക്കന് വേറെ എവിടെ ഇല്ലേ തൂക്കാൻ? ഇങ്ങനെ തൂത്തോണ്ടിരുന്ന ആ ടൈലിളവി പോവും. ഞാൻ കടയിൽ പോയിട്ട് വരട്ടെ. അവൻ കാണാതെ വേണം നീ നോക്കാൻ. മനസ്സിലായി? ചൂലും കൊണ്ടാവും പോയ. അയ്യോ, ഇവിടെ ഒരു പയ്യൻ നിപ്പുണ്ടായിരുന്നല്ലോ, കാണുന്നില്ലല്ലോ. പോയോ അവൻ? മണ്ടൻ, അവ എന്നെ കണ്ടില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അയ്യോ, കണ്ടതേ ഇല്ല. Find me if you can. 10:30 മറ്റുമുള്ള ചെറുക്കൻ തന്നെ. അമ്മ പറഞ്ഞായിരുന്നു ഞാൻ അറിയാതെ ഇങ്ങനെ നോക്കാൻ. അങ്ങനെയൊന്നും ഇല്ല മാമ. എന്നാലും മാമന് സംശയം തോന്നാത്ത വിധത്തില്. എനിക്ക് സംശയം തോന്നിയതേ ഇല്ല. കൈമൾ മാഷിന്റെ മോൻ എല്ലാം പഠിച്ചു, കക്കാൻ മാത്രം പഠിച്ചില്ല. എനിക്കും ഇതേപോലെ ഒരു ഫാമിലി ഉള്ളതാ. എൻ്റെ മോന്റെ പ്രായമേ അവന്റെ ഡാഡിയെ ഇങ്ങനെ കള്ളനെ പോലെ സംശയിച്ചെന്ന് പറഞ്ഞു അവൻ ചങ്ക് പൊട്ടി മരിക്കും. സോറി അങ്കിളെ. അങ്കിളിന് കുടിക്കാൻ ചൂടുവെള്ളം വേണോ, തണുത്തുവെള്ളം വേണോ, തിളപ്പിച്ച വെള്ളം വേണോ? ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് തിളപ്പിച്ചു കൊണ്ടുപോവാ. കള്ളപ്പന്നി, മൂന്നും കൂടെ ഒരുമിച്ച് ചോദിച്ചിരിക്കണം. ദാണ്ടാ മാമ വെള്ളം. കൈമൾ മാഷിന്റെ മോൻ TV കൊണ്ട് പോയാ അവധി എങ്ങാനിപ്പോ വന്നു കഴിഞ്ഞാൽ കവളി മെഡൽ എന്നെ അറിയും. എവിടുന്ന് ഒരു അജ്ഞാത അടി കിട്ടി, പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. അയ്യോ, നമ്മുടെ TV. ഞാൻ അപ്പോഴേ പറഞ്ഞു അവൻ കള്ളനാണെന്ന്. അവന്റെ ഉണ്ട കണ്ണു വട്ടം മോന്ത കണ്ടാലറിയാം. നിനക്ക് അപ്പോഴേ എന്നെ വിളിച്ചുകൂടായിരുന്ന? എങ്ങനെ വിളിക്കാം? ആദ്യത്തെ അടിയിൽ തന്നെ എന്റെ ബോധം പോയി. അടിച്ച് കഷണ്ടിയാക്കി. ചേച്ചി, ഒരു പാർട്സ് മാറാണ്ടായി. ഷോപ്പിൽ കൊണ്ടുപോയി മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ TV സെറ്റ് ആയിട്ടുണ്ട്. ഇയാളെ കാണാതായപ്പോഴത്തേക്ക് നിങ്ങളെ അടിക്കുമെന്ന് പേടിച്ചിട്ട് പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ഉണ്ട്.